വെൽക്കം ബാക്ക് ടു NKL പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ നാളായി, അതായത് ഈ ഓണത്തിന് കുറച്ച് ദിവസം നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കായി പോയി. അതുകൊണ്ടാണ് വീഡിയോസൊന്നും അപ്ഡേറ്റ് ചെയ്യാണ്ടിരുന്നത്. അപ്പം ഇന്ന് മുതൽ നമ്മൾ സാധാരണ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ ഇനി മുതൽ അങ്ങോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. ഓക്കെ, അപ്പം ഇന്നൊരു കൊച്ചു വീഡിയോ ആണ്, ഒരു ചെറിയൊരു ട്രാൻസിഷനാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് നോക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ Alightmotion ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ 2 ഇമേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് 2 ഇമേജ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഇമേജാണ് ഏതൊരു വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യണം. ഇനി ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു സ്കെയിൽ ടൂൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം നമ്മളിനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കളറൊന്ന് മാറ്റണം. കളർ നമ്മൾ വെച്ചാൽ ഗ്രേഡിയൻ്റ് കളർ വരണം. അതിന് നമുക്ക് ഈ ഒരു കളർ ആൻഡ് ഫില്ല് പോയിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ ഒരു 3 ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ ഈ ഒരു 2ാമത്തെ ഓപ്ഷൻ സെറ്റ് ചെയ്യുക. ശേഷം നമ്മൾ ഇതിൻ്റെ പോയിൻ്റ് കറക്റ്റ് സെൻറ്ററിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. ശേഷം ബാക്ക് വരാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള കളർ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഉള്ളിൽ ബ്ലാക്കും പുറത്ത് വൈറ്റും എന്നുള്ള ഈ ഒരു കളർ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് നമ്മളിവിടെ ഈ ഒരു പോസ്റ്ററൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കൊടുത്താൽ ഇതുപോലെ കിട്ടും. കണ്ടില്ലേ, കുറച്ചായി ഇതുപോലെ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു 8 സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം ബാക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ ഏകദേശം പകുതിയോളം ഇവിടെ ആയി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്യേണ്ടില്ല. ഓക്കെ, ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്താൽ നമ്മളെ ട്രാൻസിഷൻ ഇവിടെ സെറ്റായി. ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു ട്രാൻസിഷനാണ്. അതായത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രാൻസിഷനാണ്. അപ്പോൾ ഞാൻ ഈ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ സെൻറ്ററിൽ വന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ഇതൊന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ശേഷം ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് നമ്മൾ ഈ ഒരു എഫക്റ്റ് പോളാർ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് എന്ന് പറഞ്ഞിട്ടില്ല ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റെക്റ്റാങ്കിളിൽ നമ്മൾ ആഡ് ചെയ്ത ആ ഒരു കളറൊക്കെ പോയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ശേഷം നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ആംഗിളിൽ വരാം. ആംഗിളിൻ്റെ വാല്യൂ 0 ആയിരിക്കും ഉണ്ടാവുക. 0-ൽ നിന്ന് നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ മാറ്റമൊന്നും വരുത്തേണ്ട, 0 തന്നെയാണ്. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മളൊരു 360 സെറ്റ് ചെയ്യുക. ഓക്കെ, 360. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് മാറ്റം വരുത്താം. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബീറ്റിനനുസരിച്ചുള്ള ഒരു കർവ് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്മൂത്ത് ഗ്രാഫാണ് ആഡ് ചെയ്യുന്നത്. ശേഷം ഈ ഒരു ഗ്രാഫ് ഒന്ന് കോപ്പി ചെയ്യുക. ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതേ എഫക്റ്റ് തന്നെ ഈ ഒരു 2ാമത്തെ ലെയറിലും ചെയ്യുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ആ ഒരു എഫക്റ്റ് ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം ആംഗിളിൽ വന്ന് 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, ഇവിടെ ആയിട്ട് വന്നൊരു കീ ഫ്രെയിം. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ -360 സെറ്റ് ചെയ്യുക. -360. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്കും എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു കർവ് നേരത്തെ സെറ്റ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയതാ. ഇതാണ് നമ്മുടെ ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക്
യൂസ്ഫുൾ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു ട്രാൻസിഷൻ കൂടി ഇങ്ങനെ യൂസ് ചെയ്യുക. ഒരു അടിപൊളിയായിട്ടുള്ള ട്രാൻസിഷൻ തന്നെയാണ്. അതായത് നമുക്ക് അധികം സമയമൊന്നും ചിലവഴിക്കാതെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രാൻസിഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.